സ്വപ്ന ജാഗ്രത അവസ്ഥയോഹു ഉക്ത്വ ആത്മനോ അദ്വയത്വം സുഷുപ്തി അധനുച്യതേ. 3 കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആത്മാവിന്റെ വ്യതിരിക്തത്വം, തന്റെ വ്യതിരിക്തത. ആത്മാവിന്റെ വ്യതിരിക്തം എന്ന് പറയുമ്പോൾ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വ്യതിരിക്തതയല്ല. വ്യതിരിക്തത എന്ന് വെച്ചാൽ വേർതിരിഞ്ഞുള്ള നിൽപ്പ്, തന്റെ വ്യതിരിക്തത. താൻ ഇതിലൊക്കെ ആണെങ്കിലും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൊണ്ട് ഇതിലെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും താൻ വ്യതിരിക്തനാണ്. തന്റെ ആ വ്യതിരിക്തത ഒന്ന്. മറ്റൊന്ന് തന്റെ ശുദ്ധത, താൻ ശുദ്ധനാണ്. ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാഗ്രത സ്വപ്നങ്ങളുടെ നിരൂപണമെന്നാണ് ഇവിടെ. അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. ആത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കാൻ പറയുന്നത്. നിങ്ങളെന്തിനാ അനാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നു? തന്നെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. തന്നിൽ നിന്ന് ഭിന്നമായ ഈ അവസ്ഥകൾ, ജാഗ്രത എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ്. സൂര്യനും ചന്ദ്രനും അതിന്റെ കാഴ്ചയും കാണുന്നവനും എല്ലാം കൂടി ചേർന്നതാണ്. സ്വപ്നവും ഇതുപോലെയൊക്കെ തന്നെ. അപ്പൊ എന്തിനാ ഈ അവസ്ഥകളിലേക്ക് പോകുന്നു? തന്നെക്കുറിച്ച് ചിന്തിച്ചാൽ പോലെ. ഈ അവസ്ഥകളെ ആശ്രയിക്കാതെ തനിക്ക് തന്നെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? തന്റെ ചിന്ത ഈ അവസ്ഥയുടെ ഭാഗമാണ്. ജാഗ്രതയില്ലെങ്കിൽ ചിന്തയുണ്ടോ? സ്വപ്നം ഉണ്ടായില്ലെങ്കിൽ അതിന്റെ സ്മരണ ഇപ്പോൾ ഉണ്ടാവും. തന്റെ ചിന്തയും ഇതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ എന്താണ്? അതിനെ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ജാഗ്രത സ്വപ്ന അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന തന്നെക്കുറിച്ചുള്ള വ്യക്തത എന്താണ്? താൻ ഇതിലെല്ലാം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും താൻ ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തനാണ്. താൻ ശുദ്ധനാണ് എന്നുള്ള വ്യക്തത. ആ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ ജാഗ്രത സ്വപ്നങ്ങളെ ചിന്തിക്കുന്നത്. കാരണം അവിടെ മനസ്സുണ്ട്. ആ മനസ്സുപയോഗിച്ച് ചിന്തിക്കാം. ശരി, സമ്മതിച്ചു. ഇന്നലെ നിങ്ങൾ ഈ ഉറക്കത്തിൽ പോകുന്നു, അവിടെ ഈ മനസ്സുകൂടിയില്ലല്ലോ. ഇത് രണ്ടും ചിന്തിച്ചാൽ പോലെ. ഉറക്കത്തിൽ പോയിട്ട് എന്ത് സാധിക്കാനാണ്? ഒന്നും അറിയുന്നില്ല. ഉറക്കമെന്ന് പറഞ്ഞാൽ തന്നെ നിസ്സാരമായൊരു കാര്യമാണ്. ചിന്തിക്കാൻ കൂടി കൊള്ളാത്ത ഒരു കാര്യമാണ്. ചിന്ത കൂടി പ്രവർത്തിക്കാത്ത ഒരു തലമാണ്. ഉറക്കത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കാനെന്നാണ് ചോദിക്കുന്നത്. കാരണം ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും അറിയണ്ടേ. ഉറക്കമെന്ന് വെച്ചാൽ ഒന്നും അറിയുന്നില്ല, പിന്നെ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കാനാണ്? അതിന് സമാനം പറയുന്നു. ഉക്ത്വ ആത്മനോ അദ്വയത്വം സുഷുപ്തേ അധുന ഉച്ചതേ. ഈ അദ്വൈതം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. ആത്മാവ് ശുദ്ധമാണ് എന്ന് വ്യതിരിക്തമാണെന്നൊക്കെ സാമാന്യമായി പറയാം. പക്ഷെ ഇവിടുത്തെ മുഖ്യ വിഷയം എന്താണ്? അദ്വൈതം. അതാണ്. ഈ അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ സുഷുപ്തി വേണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദ്വൈതത്തിൽ ഇരുന്നു കൊണ്ട് അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഒരു ആലംബനം വേണം. ഈ ദ്വൈതത്തെ ആലംബിക്കാൻ ഒക്കത്തില്ല. ദ്വൈതത്തെ ആലംബനമാക്കാൻ പറ്റത്തില്ല. ഇവിടെ അദ്വൈതം? ഇവിടെ ആർക്കെങ്കിലും അദ്വൈതമുണ്ടോ? ഇവിടെ ഞാനുണ്ട്, നീയുണ്ട്, ദ്വൈതമാണ്. ഞാനുണ്ട്, ഞാൻ കാണുന്ന വിഷയങ്ങളുണ്ട്, ദ്വൈതമാണ്. ഇവിടെ അദ്വൈതം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ അദ്വൈതമെന്ന് പറയും.
സ്വാമി പറയും ഞാൻ എല്ലായിടത്തും ആത്മാവിനെ കാണുന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ദ്വൈതത്തിൽ അദ്വൈതത്തെ നിർണയിക്കാൻ ഒക്കത്തില്ല. നമുക്ക് ഭാവന ചെയ്യാം ഇതൊക്കെ അദ്വൈതമാണ്, പ്രസംഗിക്കുക, ശിഷ്യന്റെ വായടപ്പിക്കാം. പക്ഷെ പറയുന്നവനും അറിയാം ഇതൊക്കെ ദ്വൈതമാണ്, ഈ അനുഭവിക്കുന്നതൊക്കെ ദ്വൈതമാണ്. ദ്വൈതം ഉണ്ടെങ്കിലേ അനുഭവമുള്ളൂ, ദ്വൈതം ഉണ്ടെങ്കിലേ മനസ്സുള്ളൂ. പിന്നെ അദ്വൈതം ഇവിടെ അത് ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ. എന്താണ്? സുഷുപ്തി. അതാണ് ദ്വൈതം. അപ്പൊ ജാഗ്രതത്തിലിരുന്നുകൊണ്ട് അദ്വൈതത്തെ ചിന്തിക്കണമെങ്കിൽ, ദ്വൈതത്തിലിരുന്നുകൊണ്ട് അദ്വൈതത്തെ ചിന്തിക്കണമെങ്കിൽ സുഷുപ്തി പോകണം. എന്നുവെച്ചാൽ സുഷുപ്തിയെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ജാഗ്രതത്തിലിരുന്നാൽ ഇവിടെ ഇരിക്കാനേ പറ്റും, മനസ്സുകൊണ്ട് പോകണം. എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിക്കണം. മനസ്സ് വാക്കും എത്താത്ത എവിടെ നിന്നാണോ മനസ്സും വാക്കും പിൻവലിയുന്ന അതാണല്ലോ അദ്വൈതം. സുഷുപ്തി അതാണ്, മനസ്സും വാക്കും എത്താത്ത സ്ഥലമാണ്. ആ സുഷുപ്തിയെക്കുറിച്ച് ജാഗ്രതത്തിൽ ചിന്തിക്കാമെങ്കിൽ ആ ബോധം, അതിനെ പറയാൻ നോക്കുന്നതാണ് അദ്വൈതത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയാം. അദ്വൈതമായ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അതിനാണ് ഈ ചർച്ചകൾ മുഴുവൻ വരുന്നത്. ആത്മനോ അദ്വൈതത്വം ച, ആത്മാവിന്റെ അദ്വൈതത്വം അത് ജാഗ്രതത്തിൽ സാധ്യമല്ല. ജാഗ്രതത്തിൽ കേവലം ഭാവന ചെയ്യാവുന്നതല്ലാതെ, കാരണം ഇവിടെ ദ്വൈതമാണ് പ്രത്യക്ഷമായിരിക്കുന്നു. പ്രത്യക്ഷമായ ഒന്നിൽ അതിന് വിരുദ്ധമായൊരു കാര്യത്തെ ഭാവന ചെയ്യാനേ പറ്റും. സാളഗ്രാമം എന്ന് പറയുന്നത് കല്ലാണെന്നുള്ള പ്രത്യക്ഷമാണ്. അത് വിഷ്ണുവാണെന്ന് വേണമെങ്കിൽ പിന്നെ ഭാവന ചെയ്യണം, നമ്മൾ കണ്ണടച്ച് ഭാവന ചെയ്യണം. സശങ്ക ചക്രം സകിരീട കുണ്ടലം എന്നെല്ലാം പറഞ്ഞ അവിടെ ഭാവന ചെയ്യണം. പ്രത്യക്ഷത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഭാവനയിലൂടെ പറ്റും. ബലം പ്രയോഗിക്കുകയാണ്, അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറിവാണ്. പറഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യത്യാസം. ഇത് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്. സ്വസ്വരൂപത്തെ എങ്ങനെ അറിയണം? അദ്വൈതമായി അറിയണം. അപ്പം അവിടെ അവശേഷിക്കുന്നത് അദ്വൈതമായ തന്റെ സ്വരൂപമാണ്. അത് ജാഗ്രതയിലെ യുക്തികളും മറ്റും ഉപയോഗിച്ച് അറിയാൻ കഴിയുന്നു. എന്തുകൊണ്ടറിയാൻ കഴിയുന്നു? ഈ സുഷുപ്തി തന്നിൽ നിന്നും അന്യമായൊരു വസ്തുവാണെങ്കിൽ അതും പറ്റത്തില്ല. ഇപ്പോ സശങ്കചക്രം സകുരീട കുണ്ടലം എന്നൊക്കെ പറയുന്നത് താനല്ല. അതുകൊണ്ടാണ് അവിടെ തനിക്ക് ഭാവന ചെയ്യേണ്ടി വരുന്നത്. അത് വേറൊരാളാണ്. ഇവിടെ അങ്ങനെയല്ല, സുഷുപ്തനായിരിക്കുന്ന താനാണ്. അതുകൊണ്ടാണ് അതിനെ ജാഗ്രതത്തിൽ അറിയാൻ കഴിയുന്നത്, താനായതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് അദ്വയം അത് തന്നിലേ സംഭവിക്കത്തുള്ളൂ എന്ന് പറയുന്നു. തന്നിൽ സംഭവിച്ചാൽ പിന്നെ സർവത്ര. അതുകൊണ്ട് ആത്മാവിന്റെ അദ്വൈതത്വം അത് സുഷുപ്തിയിൽ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഉറക്കത്തെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആരും ഇവിടെ ഈ ജാഗ്രതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. ഉപനിഷത്ത്, ഗീത, തത്വചിന്ത അല്ല. ജനിച്ചിട്ട് മരിക്കുന്നതുവരെ ആരും പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ഉറക്കം മാത്രമാണ്. ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സഹജമാണ്. അതിന് ക്ലാസിന്റെ ആവശ്യമില്ല. അദ്വൈതം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പഠിപ്പിച്ചു തരണം. ദ്വൈതമോ മറ്റെന്തെങ്കിലും ദ്വൈതമോ എല്ലാം ആരെങ്കിലും പറഞ്ഞു തരണം. അതിന് ശ്രവണ മനനങ്ങളെല്ലാം വേണം. സുഷുപ്തിക്ക് നമ്മളെ സംബന്ധിച്ച് സുഷുപ്തിക്കും ശ്രവണം വേണം.
എന്നാലേ സുഷുപ്തി വരത്തുള്ളൂ. വാസ്തവം പറയണം, അതിന്റെ ആവശ്യമില്ല. ജാഗ്രസ്വപ്ന ക്രിയോദ്ഭൂതാൻ ഭുക്ത്വാ ഭോഗാൻ അശേഷത ഇന്ദ്രിയാൻ ഉപസംഹൃത്യ ശേതേ നാഡീഭിർ ആത്മനി. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്. ജാഗ്രസ്വപ്ന ക്രിയോദ്ഭൂത ഭുക്ത്വാ ഭോഗാൻ. ജാഗ്രതും സ്വപ്നവും രണ്ട് സ്ഥലത്തുമുള്ള ക്രിയകൾ, കർമ്മങ്ങൾ, ശരീരം കൊണ്ടോ ഈ സ്ഥൂലമായ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ഉള്ള കർമ്മങ്ങൾ. അത് മനസ്സുകൊണ്ടോ ഉള്ളതെന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഈ സ്ഥൂലമായ ശരീരം കൊണ്ട് കർമ്മങ്ങളൊന്നുമില്ല. പക്ഷെ മനസ്സുകൊണ്ടുണ്ട് അവിടെ. മനസ്സുകൊണ്ടിവിടെ പലതും ചെയ്യും, അതിന്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യും. അവിടെയും കരയും, ചിരിക്കും, ഭയക്കും, അസൂയപ്പെടും. കാമക്രോധാദി വികാരങ്ങൾക്കെല്ലാം അവിടെയും അധീനനാകും. അതിന്റെ ഫലമായി ഭോഗം, സുഖദുഃഖാനുഭവം അതുണ്ടാകും അവിടെയും ഇവിടെയും. ഭോഗാൻ അശേഷത. ഈ സമ്പൂർണ്ണ സുഖദുഃഖാനുഭവങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് ഇന്ദ്രിയാണ് ഉപസംഹൃത്യ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത നാഡിയുടെ കാര്യം മറ്റും. ഇതിനെല്ലാം ഉപസംഹരിച്ച് നാഡീഭിഹി ഉപസംഹൃത്യ എന്നാണ്. ഇതിനെല്ലാം ഉപസംഹരിച്ച് ശേതേ ആത്മനി, അവൻ ഉറങ്ങുന്നു. ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് പായിൽ കിടന്നുറങ്ങുന്നു, കട്ടിൽ കിടന്നുറങ്ങുന്നു, മെത്തയിൽ കിടന്നുറങ്ങുന്നു, ഇതേ വരത്തുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്. ക്രിയാശൂന്യമായ ആ സുഷുപ്തിയിൽ ജാഗ്രതയിലെ ക്രിയയെ ആരോപിച്ചിട്ട് നമ്മൾ പറയുന്നതാ ഞാൻ ഉറങ്ങുന്നു, എന്തോ ഒരു വലിയ കാര്യം ചെയ്തു, ഉറങ്ങി. അതുകൊണ്ട് പറയുന്നു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനൊരാധാരം വേണം. വരത്തില്ലല്ലോ. നിൽക്കണമെങ്കിൽ ഒരു ആധാരം വേണം, ഇരിക്കണമെങ്കിൽ വേണം, നടക്കണമെങ്കിൽ വേണം, കിടക്കണമെങ്കിൽ വേണം. അപ്പം നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് കിടക്കയുമായി ബന്ധപ്പെട്ടതാണ്, ഈ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, ശരീരത്തിന്റെ നിശ്ചലതയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഉറക്കം. പക്ഷെ ഇവിടെ പറയുന്ന ഉറക്കം എന്താണ്? ആത്മനിശ്ചേതേ. ഉറങ്ങുന്നത് നിന്നിലാണ്, കിടക്കയിലല്ല ഉറങ്ങുന്നത്, കട്ടിലും മെത്തയിലും ഒന്നുമല്ല ഉറങ്ങുന്നത്. സ്വസ്വരൂപത്തിൽ ഉള്ള സ്ഥിതി. ഇന്ദ്രിയാണി ഉപസംഹൃത്യ ആത്മനിശ്ചയത്തെ. സ്വസ്വരൂപത്തിൽ ഉറങ്ങുന്നു. അത് ഞാനത് വീണ്ടും ആവർത്തിക്കുകയും വീണ്ടും വ്യക്തമാക്കുകയും ചെയ്യുന്നത് അദ്വൈതികൾ തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആചാര്യന്മാർ ഇത്രയൊക്കെ വിശദമായി വിശദീകരിച്ചിട്ടും, ശ്രുതി പറഞ്ഞു, ഭാഷ്യകാരൻ പറഞ്ഞു, വാർത്തികാരൻ പറഞ്ഞു, എന്നിട്ടും ഈ വേദാന്ത പ്രസംഗകർ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് പറയുന്നത്? സാമാന്യ പ്രജ്ഞയാ ദേഹം സമ്പാപ്യ അന്തർബഹിശ്രമാത് ശീനവത് പരമം സ്ഥാനം ആത്മാ അഭ്യേതി സുഷുപ്തത. സുഷുപ്തതാം പരമം സ്ഥാനം. ആ സുഷുപ്തി അവസ്ഥ, അതാണ് സുഷുപ്തത എന്ന് പറയുന്നത്. നമ്മൾ കരുതുന്ന പോലെ അത് ജാഗ്രത സ്വപ്നവും പോലുള്ള ഒരു അവസ്ഥാന്തരമല്ല. ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകാം. കാരണം ജാഗ്രത ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് അതിന് അവസ്ഥയെന്ന് പറയുന്നു?
ഇവിടെ ഈ ജീവഭാവം ഉണർന്നിരുന്ന് വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് അവസ്ഥയെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷം, അവസ്ഥാനം, ജീവന്റെ ഒരു പ്രത്യേക സ്ഥിതി. സ്വപ്നം അങ്ങനെ ജീവന്റെ ഒരു വിശേഷമായ സ്ഥിതി. സുഷുപ്തിയാണെങ്കിലോ പറയുന്നു പരമം സ്ഥാനം, അത് ഈ ജീവന്റെ പരമമായ സ്ഥാനമാണ്. അങ്ങനെ ഒരു പരമമായ സ്ഥാനത്തെ ആത്മാ അഭ്യേരി, ആ സുസ്വരൂപം എന്നുവെച്ചാൽ ശ്രോതാവിന്റെ സ്വരൂപം ഒരു പരമമായ സ്ഥാനത്തിൽ ഇരിക്കുന്നതാണ്. അപ്പൊ പിന്നെ അതിലെന്താ അവസ്ഥ എന്നുവെച്ചാൽ ആ സുസ്വരൂപം സുസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സുഷുപ്തി. അയ്യോ, അപ്പൊ അജ്ഞാനം അതങ്ങ് വിട്ടുകളയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ അജ്ഞാനം പോകുമല്ലോ, ആ പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് അജ്ഞാനം കൂടെ വേണം, എന്നാൽ ഇവിടെ ഇരുന്നാൽ മതി, അങ്ങോട്ട് പോകണ്ട. അജ്ഞാനമില്ലാതെ ഉറക്കം വരില്ലെന്നാ പലരും പറയുന്നു. ഉറങ്ങാൻ പോകുമ്പോൾ അജ്ഞാനം കൂടെ കൊണ്ടുപോകണം. പായും തലേണിയും മാത്രമല്ല, അജ്ഞാനം കൂടെ കൊണ്ടുപോകണം. ചിലർക്ക് വാശിയാണ്. ഇവിടെ പറയുന്നു ആത്മാ സ്വസ്വരൂപം പരമം സ്ഥാനം അഭ്യേരി, ആ പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. സുഷുപ്തത, ആ സുഷുപ്തത എന്ന് പറയുന്ന പരമമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. ഇത് പണ്ടാരോണ്ടോ ഒരു സ്വാമി പറഞ്ഞതുപോലെയാണല്ലോ. ഒരാളെന്നോട് ചോദിച്ചതാണ്, ഏതോ ഒരു സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സ്വാമി പണ്ട് പറഞ്ഞതന്നെ, ആ സ്വാമിയുടെ പേരാണ് ശങ്കരാചാര്യര്. സ്വാമിയുടെ പേര് മാത്രം പിടിയില്ല. ആള് പ്രസംഗിക്കുന്നത് വേദാന്തം അദ്വൈതമൊക്കെയാണ്. അദ്വൈതമല്ല, വേദാന്തം. പണ്ടൊരു സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മയില്ല ഇപ്പം. അതുകൊണ്ട് പ്രസംഗിക്കുന്ന വേറെ കാര്യങ്ങൾ. ഇതിന് ശ്രുതിയുടെ തന്നെ ഒരു ദൃഷ്ടാന്തം പറയുന്നു. എന്താണ്? ശേനവത് ശ്രമാത്, ശകുനി ദൃഷ്ടാന്തം ഛാന്തോക്യത്തിൽ അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ സുഷുപ്തിയിലായിരുന്നവർ ഇവിടെ ജാഗ്രതത്തിലാണെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചൊന്നുകൂടെ പറയാം. ശേനവത് ശ്രമ, ശകുനി എന്താണ്? അതിനെ പ്രാണബന്ധനം ഹി സൗമ്യ മനഃ, അതിന്റെ വിശദീകരണമായി പറയുന്നതാണ്. പക്ഷിയെ പക്ഷിപിടുത്തക്കാരൻ പിടിച്ച് നൂലുകൊണ്ട് ബന്ധിച്ച് കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഈ ജീവനാകുന്ന പക്ഷിയെ ആത്മാവാകുന്ന കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. ആ കെട്ടുന്നതിന് ഉപയോഗിച്ച സാധനങ്ങളാണ് കർമ്മവും മറ്റും കൊണ്ട് കെട്ടി. കെട്ടുകളായത് കർമ്മം പുരുഷൻ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ കെട്ടിയിരിക്കുന്നു. പക്ഷെ ആ കെട്ടിൽ നിന്ന് സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രാണബന്ധനം, ആത്മബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പക്ഷി പറക്കുകയാണ്. പറന്നാൽ പരമാവധി ഏതുവരെ പറക്കും? ഈ കയറിന് എത്ര നീളമുണ്ടോ അതുവരെ, അതിനപ്പുറം പറക്കാൻ കഴിയത്തില്ല. അതിന്റെ നീളമാണ് എന്തോ ജാഗ്രത സ്വപ്നം. ഈ ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും ഇത് പറക്കും. പറന്നാലോ ബന്ധനത്തിൽ കടന്നുകൊണ്ട് പറന്നു കഴിഞ്ഞാൽ ക്ഷീണിക്കും. അതാണ് മുമ്പ് പറഞ്ഞത്, ജാഗ്രത് കർമ്മ ക്ഷയേ, ജാഗ്രത സ്വപ്നങ്ങളുടെ കർമ്മങ്ങൾ ക്ഷയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. സുഷുപ്തി പൂർണ്ണമായ കർമ്മക്ഷയമാണ്.
മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ യാതൊരു തരത്തിലുള്ള കർമ്മബന്ധവുമില്ല. അതിന് പക്ഷിയുടെ ദൃഷ്ടാന്തം പറഞ്ഞു. അത് പറന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ എല്ലാ ശ്രമവും അവസാനിപ്പിച്ച് പൂർണ്ണസ്വസ്ഥനായി ആ കുറ്റിയിലേക്ക് തന്നെ വരുന്നു, കുറ്റിയുടെ ചുവട്ടിൽ തന്നെ വരുന്നു. അതുപോലെ ഈ സുഷുപ്തിയാകുന്ന കുറ്റിയിലേക്ക് തന്നെ ഈ ജീവനാകുന്ന പക്ഷി അഭയം പ്രാപിക്കുന്നു, എല്ലാ ശ്രമങ്ങളും വിട്ട്. വീണ്ടും പക്ഷി പറക്കുന്നു. അതിനറിയാം പറന്നിട്ട് യാതൊരു കാര്യമില്ല, എന്നാലും പറക്കും. വീണ്ടും ക്ഷീണിക്കും, കർമ്മങ്ങളെല്ലാം ക്ഷയിക്കും. വീണ്ടും ആ കുറ്റി അഭയം പ്രാപിക്കും, വീണ്ടും പറക്കും. അത് നമുക്ക് അനുഭവപ്പെടുന്നത് ജനനം മുതൽ മരണം വരെ. ജാഗ്രത സ്വപ്നം സുഷുപ്തി, ജാഗ്രത സ്വപ്നം സുഷുപ്തി, ഇതിന്റെ ആവർത്തനം തന്നെ. ഇതിനാണ് സംസാരവും അസംസാരവും. അസംസാരം ആകുന്ന സുഷുപ്തിയിൽ നിന്ന് സംസാരമാകുന്ന ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ നിരന്തരം പോകുന്നത്? ഈ ശ്രമം തീരാത്തത്. പറയുന്നു എന്താണ്? സാമാന്യ പ്രജ്ഞ ദേഹം സംവ്യാപ്യ അന്തർബഹി. അതാണ് പിന്നെ വീണ്ടും വീണ്ടും പറക്കുന്നതിനുള്ള ഊർജം കിട്ടുന്നത് ആ പക്ഷിക്ക്. അല്ലേ, നമ്മൾ തളർന്നു പോയാൽ വെറുതെ ഇരുന്നാൽ മതി, കുറച്ച് കഴിയുമ്പോൾ ആ ഊർജം തിരിച്ചു വരും. എവിടെ നിന്നറിയില്ല, പറയാം ക്ഷീണം മാറി, ഉന്മേഷവാനായി. അതെവിടുന്നാ? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. സാമാന്യപ്രജ്ഞ, വിശേഷപ്രജ്ഞ ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. സാമാന്യപ്രജ്ഞ ആ ഊർജത്തെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത്, സുഷുപ്തിയിലും ജീവനെ നിലനിർത്തുന്നത്, പ്രാണനും മനസ്സും ഒരുമിച്ച് ചേർന്ന് ഈ ശരീരത്തെ സംരക്ഷിക്കുന്നത്. അതിന് വ്യത്യാസവും പറഞ്ഞു കഴിഞ്ഞ ദിവസം. പരദൃഷ്ടി സ്വദൃഷ്ടി എന്ന് പറഞ്ഞു. പരദൃഷ്ടിയിൽ പറയുകയാണ് ആ സാമാന്യപ്രജ്ഞ കൊണ്ട് ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ആ ചൈതന്യം ഉണ്ടിവിടെ, ചത്തുപോയില്ല, മരിച്ചില്ല. അങ്ങനെ അന്തർബഹി, ഉള്ളിലും പുറമേയും എല്ലാം. കാരണം എല്ലാ പ്രവർത്തനവും കൂടെ നടക്കുന്നു. ശരീരത്തിന് വേണ്ടതല്ല, ശരീരത്തിന്റെ സംരക്ഷണത്തിന്, അതിന്റെ നിലനിർത്തുന്നതിന്, അതിന്റെ പരിണാമത്തിന്, വൃദ്ധിക്ഷയങ്ങൾക്കും എല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള പ്രജ്ഞയെ ആ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് അവിടെ അവശേഷിപ്പിച്ചിട്ട് മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ശ്രീകോവിലേക്ക് കയറുമ്പോൾ ഷർട്ടും ചെരുപ്പും എല്ലാം അഴിച്ച് പുറത്ത് കളഞ്ഞിട്ട് പോകും. കാരണം അതൊക്കെ പിന്നീട് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും അത് വയ്ക്കും, തിരിച്ചു വന്നതെടുക്കുന്നു. അതുപോലെ ഇവിടെ ദേഹത്തിൽ വയ്ക്കേണ്ടതിനെ ദേഹത്തിൽ വയ്ക്കുന്നു, അന്ധകരണത്തിൽ വയ്ക്കേണ്ടതിനെ അന്ധകരണത്തിൽ വയ്ക്കുന്നു, പ്രാണനിൽ വയ്ക്കേണ്ടതിനെ പ്രാണനിൽ വയ്ക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ അവശേഷിക്കുന്നത്? അവിടെ ഇതെല്ലാം അതിന് പൊതുവായി പറഞ്ഞു. എല്ലാം സാമാന്യ പ്രജ്ഞ ദേഹം സംവാപ്യം. ആ ചൈതന്യത്തെ ഈ ദേഹത്തിൽ നിലനിർത്തിയിട്ട് എന്താണ്? പരമം സ്ഥാനം അഭ്യേതി. ആ പരമമായ സ്ഥാനത്തെ സ്വയം പ്രാപിച്ചിരിക്കുന്നു. അതാണ് സുഷുപ്തി.